പുറങ്കാവിലെ ഭരണിയാണ്. രാവിലത്തെ കാഴ്ചകൾ ഇതിൽ ചേർത്തിട്ടില്ല. പൂരവും ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ലൈവ് ഇട്ട് അതിൻ്റെ പരിപാടികൾ അവസാനിപ്പിച്ചു. പക്ഷെ വൈകിട്ടത്തെ കാഴ്ചകൾ അത് കുറച്ച് വിലപ്പെട്ടതാണ്. കാരണം ഭഗവതീനെ തൃക്കൂരമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് അവിടെ മണ്ഡപത്തിൽ ഭഗവതിക്കും മേൽശാന്തി പൂജ ചെയ്ത് ഒരേ സമയത്ത് പൂജ കഴിഞ്ഞ് നേദ്യം കഴിഞ്ഞ് പുറത്തേക്ക് എഴുന്നള്ളി കിഴിപ്പണം കൊടുത്ത് മുണ്ട് കൊടുത്ത് തിരിച്ചിറങ്ങി വരുന്ന ആ കാഴ്ച, അതൊരു നമുക്ക് പറയുന്ന പോലെ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ആ കാഴ്ചയുടെ വിഷ്വൽസിന് സപ്പോർട്ടിംഗ് ആയിട്ട് ചേർക്കുന്ന പാട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ ആകർഷിച്ചുകൊണ്ടായിരിക്കാം ഈ പാട്ട് ഇങ്ങനെ ചേർക്കുന്നത് എന്ന് പറയാം. കുറ്റുണ്ടെങ്കിലും അത് ക്ഷമിക്കുക. കാരണം ഗ്രാമീണതയുടെ സുന്ദര കാഴ്ചകളെ ഉൾക്കൊള്ളുന്ന ഈ ഒരു പാട്ട് അതിവിടെ ചേർക്കുന്നുണ്ട്. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം, കുന്നത്തെ കാവിൽ നിന്നും തേവര് താഴെഴുന്നള്ളുന്നേ, ഓലോലം മഞ്ചൽ മൂളിപ്പോരുന്നുണ്ടേ, മൂളിപ്പോരുന്നുണ്ടേ. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം, പൂണാരം ചാർത്തിയ കന്നിപ്പൂമകൾ വേണം. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ നടയിലൂടെയുള്ള ഈ കൽപ്പടവുകൾ ഈശ്വരനിലേക്കുള്ള വഴി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? ഭരണിയുടെ അധികമാരും കാണാത്ത ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച ഈ താലം പിടിച്ച് തൃക്കൂരമ്പലത്തിലേക്ക് പടിഞ്ഞാറ് നട കയറി വരുന്ന ഈ മനോഹരമായ കാഴ്ച തന്നെയാണ്. അതെ, കണ്ടാലും മതി വരാത്ത തൃക്കൂരിന് മാത്രം സ്വന്തമായുള്ള അപൂർവമായ ഒരു കാഴ്ച. ചക്കംകുളങ്ങര ശാസ്താവിൻ്റെ ആറാട്ടുപുഴ പൂരത്തിനുള്ള അനുമതി വാങ്ങിക്കാനായി തൃക്കൂരമ്പലത്തിലേക്ക് വരുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടും ഇതുപോലെ സമാനമായൊരു ചടങ്ങുണ്ട്. ഏതാണ്ട് ഇതേ നേരത്ത് തന്നെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ തലേ ദിവസമായിട്ട് അതുപോലൊരു ചടങ്ങാണ് ഇതും. ഈ രണ്ട് ചടങ്ങാണ് തൃക്കൂരമ്പലവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ രണ്ട് ദേവന്മാർ അല്ലെങ്കിൽ ദേവിമാരൊക്കെ വരുന്ന ഒരു ചടങ്ങുള്ളത്. ഈ രണ്ടും ഏതാണ്ടൊക്കെ മുടക്കാറില്ല എന്നുള്ളതാണ്. തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിനെ നമുക്ക് ഒരർത്ഥത്തിൽ സ്വയംഭൂവായ അമ്പലം എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, അങ്ങനെ തന്നെ പറയണം. നമ്മളീ കാണുന്ന നാലമ്പലം ആയി കണക്കാക്കപ്പെടുന്ന പാറയൊന്നും ഒരു ഉളി വയ്ക്കാത്ത പാറയാണ്. അത് സ്വാഭാവികമായ നിർമ്മാണമാണ്. അതെ, സ്വയംഭൂ ക്ഷേത്രം തന്നെയാണ് തൃക്കൂരമ്പലം. തൃക്കൂരമ്പലത്തിൻ്റെ നമസ്കാര മണ്ഡപത്തിന് അത്രയും പ്രത്യേകതയുണ്ട്. അതിൻ്റെ ശില്പകലയ്ക്ക് ഒരു കാലഘട്ടത്തിനോ അതിനപ്പുറമുള്ളൊരു കാലഘട്ടത്തിനോ അതിനും പിറകിലേക്ക് അതിൻ്റെ നിർമ്മാണ ചാരുത നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല, നമസ്കാര മണ്ഡപത്തിൽ മനോഹരമായ ഈ കാഴ്ച കാണാനും നിങ്ങളെ ഓരോരുത്തരെയും കാണിക്കാനും കഴിയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും സുന്ദരമായ കാര്യം.
ഒന്നര പ്രദക്ഷിണത്തിൽ ഒരു പ്രദക്ഷിണം കൂടി കഴിയാനായിട്ട് ക്യാമറ കൊണ്ട് വെച്ചപ്പോഴാണ് ഒരു എട്ടുകാലി മനോഹരമായ അതിൻ്റെ ചിലന്തിവല നിർമ്മിച്ച് അവസാന ഘട്ടത്തിലേക്കുള്ള പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ അറിയാതെ അവിടേക്ക് ഫോക്കസ് ചെയ്തു. കാഴ്ച മനോഹരമാണ്, മുഴുവനായി കാണാൻ പറ്റുന്നില്ല. ഫോക്കസ് അപ്പോഴേക്കും സാധാരണഗതിയിലെ പോലെ തന്നെ മാറിയിരിക്കും. അതെ, കാഴ്ചകൾ ഇങ്ങനെയാണ്. നമ്മൾ കാണുന്നതും കാണാത്തതുമായ നിരവധി കാഴ്ചകൾ ഉൾക്കൊള്ളുന്നതാണല്ലോ ഈ ലോകം. പറഞ്ഞു തീരുമ്പോഴേക്കും എട്ടുകാലി അതിൻ്റെ വലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിൻ്റെ ഇടയിലാണ് നമ്മൾ ബാക്കി വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചത്. എന്തായാലും അതിന് പണി നടക്കട്ടെ. ഇതാണ് ആ വിശേഷമായ ചടങ്ങ്. തിരുമേനിക്ക് പുറങ്ങാവിലെ തിരുമേനിക്ക് ഹരിയേട്ടൻ ഹരി തിരുമേനി കിഴിപ്പടം കൊടുത്തു, മുണ്ട് കൊടുത്തു. ഇനി ഭഗവതി തിരിച്ച് എഴുന്നള്ളുകയാണ്. നമ്മളീ പറഞ്ഞ പോലെ തന്നെ തൃക്കൂരിന് മാത്രം സ്വന്തമായ മനോഹരമായ ദൈവത്തിലേക്കുള്ള വഴിയായ പടിഞ്ഞാറ നടയിലൂടെ
തിരിച്ചെഴുന്നള്ളി കഴിയുമ്പോഴേക്കും കോനിക്കരിയിൽ നിന്ന് ചേന്നംകുളങ്ങരയ്ക്ക് പോകാനുള്ള സംഘം എത്തി. അവരും ഈ പറഞ്ഞ പോലെ തന്നെ പൂർവ്വകാലത്ത് ഇവിടെ വന്നിരുന്നതല്ല. ഇപ്പോഴിവിടെ വന്ന് ഇവിടുന്ന് സ്വീകരിച്ച് ആനയിച്ചാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. മനോഹരമായൊരു കാഴ്ചയാണ്. ഈ കാഴ്ച കൂടെ കണ്ടിട്ട് നമുക്ക് കളമ്പാട്ടിൻ്റെ കല്ലാറ്റുകുറുപ്പിൻ്റെ കളമ്പാട്ട് ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം വന്ദേഹം ഗണനായകം. ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഉക്കുലമാല മാന്തളി പിന്ന മാന്തളി ചെമ്പരൂത്തി പൂമലരും കുരു തെങ്ങിനോല വൈമ്പുള്ള ചെമ്പഴുത്ത നാക്കില തന്നിൽ വെള്ളരി വെള്ള എത്തില നല്ല തേങ്ങ നാലു ദിശയും വേൾക്കൊടു പീഠ എറിന കൂറദൈവം പർക്കിലരീപമേത്തിന വാഴ്കടൂത്തില ചൂലൻ പോൽവാൾ പാട്ടിനലങ്കരിച്ച കളത്തിൽ വന്നുടനാടുമമ്മേ. കാക്കൽ നിനക്ക് കുമ്പിട
ഭാരിച്ചു വന്ന പാടയെ താടുപ്പവൾ മണ്ഡലം മൂന്നിനും മുൻപായിടുന്നവൾ മണ്ടുന്ന ദാരികന്റെ തല കൊയ്തവൾ അത്തലോഴിക്കുമെന്നമ്മാതിരുവടി ശ്രീപുറയങ്കാവിലോ വാഴും നന്ദിക്കേ. കെട്ടെഴുന്നള്ളിപ്പെട്ട് പ്രീതിപ്പെട്ടു ഒരു പോയാക പോലും ദൈവമേ. കെട്ടെഴുന്നള്ളിപ്പെട്ട് പ്രീതിപ്പെട്ട് മനോരഥം വിളയാടി കെട്ടെഴുന്നള്ളിപ്പെട്ട് പ്രീതിപ്പെട്ടു ഒരു പോയാക പോലും ആരോമലെന്നുടെ ശ്രീപുറങ്കാവിലമ്മേ പോലും ദൈവമേ. നിന്തിരുവടിയും ശക്തിമത്തിങ്കൽ തോന്നിനായി പോലും ചണ്ഡികാദേവി ശങ്കരഹരൻ മകളെ ദാരികൻ മൃത്യുവായി കൊടിമുഖം ഭദ്രേ ഭദ്രേ ഭഗവാന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നുദ്ഭവിച്ച് പരഞ്ജനമായി ഒഴുകുന്ന ശ്രീമൂലഭദ്രകാളി ഭൈരവി ആരോമലിനുടെ ശ്രീപുറങ്കാവിലമ്മേ പോലും ദൈവമേ. നിന്തിരുവടിയും കറുത്ത നിറം നിനക്കുണ്ടമാറ് കാളി എന്നു പേരുണ്ടായി പോലും കൂർത്തോരു വാളും കൂർത്തോരു ദംഷ്ട്രങ്ങളും അമ്പിളിയും വെൺകലയും നാദം ചേർന്ന കുണ്ടലങ്ങളും ഇരട്ടു തൃക്കൈയിലെന്തുന്ന തിരുനല്ലായുധങ്ങളോടും കൂടി എണ്ണുവാനരുതാത്തോളം അസുരകുല വീരന്മാരെയും കൊന്നീ പാട്ടുമണ്ഡപത്തിലേക്ക് എഴുന്നള്ളി വരുമാറായുക പോലും ആരോമലിനുടെ ശ്രീപുറങ്കാവിലമ്മേ പോ